ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ആരും ആയിക്കൊള്ളട്ടെ, എനിക്കവിടെ ഇരിക്കാൻ, അല്ലെങ്കിൽ എനിക്കതില്ലെങ്കിൽ പോലും ഒരു സൂപ്പർ പവർ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടാൻ അതിനിടയിൽ മതപുരോഹിതന്മാരുടെ അങ്ങനെ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ആ ഒരു ആവശ്യകത ഉണ്ട്. വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് തന്നെ കൊട്ടുതരുകയാണല്ലോ. അല്ലേ, അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട്. സിമ്പിളായിട്ട് പറയാം, നമുക്കൊരു അസുഖം വരുമ്പോൾ ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് നാച്ചുറൽ വേ. എന്നാലും നമുക്ക് ഡോക്ടർ കളിക്കാൻ ഒരു ആഗ്രഹം വരും. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 പാരസ്റ്റമോൾ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പണ്ടങ്ങാണ്ട് കഴിച്ച ഏതോ മരുന്നൊക്കെ മേടിച്ച് കഴിക്കും. ചിലപ്പോൾ രോഗം മാറും, നല്ല കാര്യം, രോഗം മാറിയാൽ നല്ലത്. ചിലപ്പോൾ സിറ്റുവേഷൻ വേഴ്സ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിൻ്റെ അടുക്ക പോകും. വൈ? ഹീസ് ക്വാളിഫൈഡ്. ശരീരത്തിൻ്റെ വൈദ്യനെ തേടി പോകുന്നതാണ് ഡോക്ടർ. പുരോഹിതർ ആത്മാവിൻ്റെ വൈദ്യരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ എല്ലാം സോൾവ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ വി ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. 12 വർഷം ഉപാസിച്ചതാണിത്, ഇത് പഠിച്ചതാണ്. ഒരു ഡിവൈൻ തലത്തിലേക്ക് കുറച്ചുകൂടെ ബന്ധമായവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു വൾണറബിൾ പൊസിഷനിലൊന്നുമല്ല. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട എന്നൊന്നും പറയുകയല്ല. ഈ പൊസിഷന് ഇവിടെ വിലയുണ്ട്. കാരണം ഇൻ ക്രിസ്ത്യൻ കാത്തലിക് ടീച്ചിങ് വൈദികരെക്കുറിച്ച് പറയുന്നത് 3 ഡ്യൂട്ടീസാണുള്ളത് മെയിനായിട്ട്. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പഠിപ്പിക്കാനുണ്ട് ദിസ് ഡിവൈൻ റിയാലിറ്റീസിനെ കുറിച്ച്, ഈ സ്പിരിച്വൽ തലത്തെക്കുറിച്ച്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന്. ഇപ്പം നമുക്കെല്ലാം പഠിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന കുട്ടികൾ ഹോം സ്കൂളിംഗ് കൊടുത്താൽ പോരായിരുന്നു. എന്തുകൊണ്ട് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, ദോസ് ടീച്ചേഴ്സ് ആർ ക്വാളിഫൈഡ് ദാൻ അസ്. അതുപോലെയാണ് സ്പിരിച്വൽ റിയാലിറ്റിയെ ഇന്നും പഠിപ്പിച്ചു കൊടുക്കാൻ, ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പുരോഹിതരുടെ ആവശ്യമുണ്ട്. നയിക്കാൻ വേണം, ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കാൻ. അത് നയിക്കാൻ സ്പിരിച്വൽ തലത്തിൽ മാത്രമല്ല കേട്ടോ, സെക്കുലർ തലത്തിലുമുണ്ട്. ഞാൻ പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ പറ്റിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ തന്നെ പബ്ലിക് സെക്ടർ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇന്ന് കേരളം അഭിമാനിക്കുന്ന 2 മേഖലയാണ്. ഈ 2 മേഖലയിൽ കേരളത്തിനൊരു ഗൈഡൻസ് കൊടുക്കാൻ പുരോഹിതർ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞാൽ അത് നയിച്ചിട്ടുണ്ട്. അവരുടെ പ്രസൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൻപുറം എടുത്താൽ ആ നാടിൻ്റെ വികസനത്തിന് ഇപ്പോഴല്ലേ എല്ലാം മതം അനുസരിച്ച് മുറിയാൻ തുടങ്ങിയത്. പണ്ടൊരു നാട്ടിലെ ജാതി, മത, വർഗ, വർണ്ണഭേദമന്യേ എല്ലാവരുടെയും വികാരിച്ചനായിരുന്നു ഒരു പള്ളിയിലെ അച്ഛൻ. ആ അച്ഛനും ആ ഇടവകയാണ് അവിടേക്ക് റോഡ് വെട്ടിക്കൊണ്ടുവന്നത്. ആദ്യം ആ നാട്ടിൽ വികസനം കൊണ്ടുവന്നത്, ഒരു LP സ്കൂൾ അവിടെ കൊണ്ടുവന്നത്. ഒരു നാടിൻ്റെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. നയിക്കുന്നുണ്ട് ഇവർ. ആൻഡ് സാങ്ക്ടിഫൈയിങ്, വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. ആൻഡ് വി നീഡ് പ്രീസ്റ്റ് ഹിയർ. പൗരോഹിത്യയോടെ വേണം. എവിടെയെങ്കിലും എന്തെങ്കിലും അപജയം വന്നു എന്ന് വിചാരിച്ച് ഇതിനെ ജസ്റ്റ് വൈപ്പ് അവേ ചെയ്യുന്നതല്ല സൊല്യൂഷൻ. വി നീഡ് പ്രീസ്റ്റ്. ഈ റിലീജിയൻ ഈസ് മോർ കണക്റ്റഡ് വിത്ത് മൊറാലിറ്റി, എത്തിക്സ് ഓൾസോ. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഇവിടെ. കാരണം നമുക്കത് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റണമെന്നില്ല. അത് ബേസ്ഡ് ഓൺ ഡിവൈൻ റിയാലിറ്റീസ് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ വേണം. സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉൾവിളി, ദൈവവിളി, അങ്ങനെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ദൈവവിളി, ഉൾവിളി ഇല്ലാത്ത ഒരാൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പം വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഒരു സ്പിരിച്വൽ വഴിയിലേക്ക് അച്ഛനാവാൻ പോയവർ, സിസ്റ്ററാവാൻ പോയവർ, മഠങ്ങളിൽ, അങ്ങനെ ഏതിലാണെങ്കിലും അങ്ങനെ പോയ ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാം വിളികളിലൂടെ പോകുന്നവരല്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 30 വർഷമെങ്കിലും പുറകില്ല. ഞാൻ 30 വർഷം മുന്നത്തെ ഇതാണ്, അന്നത്തെ റെലവാണ്. അന്നൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, മേ ബി.